ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടി, അതിനുവേണ്ടി വർഷങ്ങൾ കാത്തിരുന്നവനാണ് ഞാൻ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന് അഹങ്കരിച്ചു. എനിക്ക് നിന്റെ മുമ്പിൽ ഒളിക്കാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ നീ എനിക്ക് ഇത്രയും നാൾ നീ എന്നെ വഞ്ചിക്കായിരുന്നു. മതിയെ, എല്ലാം മതിയെ. എന്റെ മോനെ ഞാൻ കൊണ്ടുപോകും. അമ്മയില്ലാതെ ഞാൻ അവനെ വളർത്തും.
അച്ചു? എന്താ? വേണ്ട രേവു, ബാലേട്ടനോട് ഇപ്പൊ പറയണ്ട. ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? നീ വിഷമിക്കാതിരിക്കേ. അങ്ങോട്ട് പോയി നേരിട്ട് കണ്ട് സംസാരിച്ച ഒരുപക്ഷെ അയാളുടെ മനസ്സ് മാറിയാലോ. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കുരു കഴിക്കാൻ ഞാൻ തന്നെ പോണം. അച്ഛോ, പോണം, പോയേ തീരൂ. രഘുവിനല്ലേ അയാൾക്ക് കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാം. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഒന്ന് പേടിക്കാതിരിക്കണ്ടേ രഘു. അയാൾ ഇപ്പൊ എന്നെ കണ്ട നീയാണെന്നേ വിചാരിക്കൂ. ദേ കണ്ടോ, എന്തേലും മാറ്റമുണ്ടോ? വേണ്ട അച്ഛോ, ഇതൊന്നും. നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ വേഗം വരാം. പിന്നെ പങ്കിയമ്മ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളണം. തൽക്കാലം ഇതാരും അറിയണ്ട. നേരെയാവും, എല്ലാം നേരെയാവും. അച്ഛോ, നീ നിക്കണ്ട, പൊക്കോ. രാത്രിയിൽ വേലായുധമെന്ന് കിടന്നോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ട് ഇങ്ങോട്ട് വിളിച്ചാ മതി. പൊക്കോ. പങ്കിയമ്മ അശ്വതി പറഞ്ഞിട്ടുണ്ട് കാലത്തെ എത്തുമെന്ന് വിചാരിച്ചു. അശ്വതി കുഞ്ഞ് അങ്ങനാ പറഞ്ഞു. കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. അങ്ങനെ നിന്ന് ഇപ്പില് വീടും പൂട്ടിയിട്ട് ഇങ്ങ് പോരാൻ പറ്റുമോ? അവൾ അവിടെ വന്ന് നിൽക്കട്ടെ എന്ന് ഞാൻ ഗോപിയോട് പറഞ്ഞതാ. ഭർത്താവിന്റെ വീട്ടിൽ കുറച്ചു ദിവസം നിന്നു വെച്ചാൽ തലയൊന്നും പോവില്ല. ഒന്നും മിണ്ടാതിരിക്കൂ. അശ്വതി എന്തിയെ? അങ്ങേ വീട്ടിലുണ്ട്, ഞാൻ വിളിക്കാം. ഓ ശരി. അശ്വതിയേ, അശ്വതി, ഗോപി കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വന്നു. പിന്നെ പങ്കിയമ്മ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. തൽക്കാലം ഇത് ആരും അറിയണ്ട. അല്ല, ആരാ ഇത്? ഈ മുത്തശ്ശി അറിയോ ചക്കരക്കുട്ടനെ? രേവതിയില്ലേ അവിടെ? ഉണ്ട്. കാലത്ത് പുറപ്പെടണമെന്ന് കരുതിയതാ. ഓരോന്ന് ചെയ്തു തീർക്കാതെ ഇറങ്ങാൻ പറ്റുമോ? അച്ഛനാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട് അവിടെ. നീ എന്താ മോളെ ക്ഷീണിച്ചിരിക്കുന്നു?
സമയത്ത് നേരത്തൊന്നും കഴിക്കാറില്ല. കൊച്ചുപാലനോ വാടാകള്ള. വൈദ്യർ മഠത്തിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ഗോപി വന്നിട്ട് നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. അദ്ദേഹം ജാതകം നോക്കിയാ ചികിത്സ വിധിക്കുക. ഗോപിയോട് പറഞ്ഞ ഇതൊന്നും മനസ്സിലാവില്ല. നീ ഇതൊക്കെ അവനോടൊന്ന് പറയണം. ധാരാളം പേർക്ക് ഫലം ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. സാവിത്രി, കുടിക്കാവുള്ള വെള്ളം കൊടുത്തോളൂ. മോളെ, ബുധന്റെ തുടക്കത്തില് നിനക്ക് സന്താന യോഗമുള്ളൂ എന്നാ അദ്ദേഹം പറയണത്. അതിന് വലിയ താമസമൊന്നുമില്ല മോനെ. അയ്യോ, അപ്പുറത്തുണ്ടേ കൊടുത്തിട്ട് വരെ ഇപ്പൊ കരയാൻ തുടങ്ങും. രേവതി ഇല്ലേ ഇവിടെ? കുട്ടിക്ക് ഫയറക്സ് അങ്ങ് പുറത്തു പോയിരിക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് വിളിച്ച് പറഞ്ഞാ പോരെ അവക്ക്? ഈ വെയിലത്ത് വല്ല കാര്യമുണ്ട് മോനെങ്ങ? വേണ്ട, ഞാൻ വെച്ചോളാം. വേണ്ട, അശ്വതിയുടെ ജോലി മുഴുവൻ മുടക്കും. ഇതാ കുട്ടം പിള്ളേ.